ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. വികസന നേട്ടത്താൽ ഇടതുപക്ഷ സർക്കാർ 3ാം തവണയും ഭരണത്തിലെത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFിന്റെ നേതൃത്വത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന മധ്യമേഖലാ ജാഥയ്ക്ക് കയ്പമംഗലം മണ്ഡലത്തിലെ മതിലകം സെന്ററിൽ നടത്തിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF ആണ് നാളെയുടെ വെളിച്ചം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ആ വെളിച്ചത്തിന്റെ കാവൽക്കാർ മാത്രമാണ്. ആ വെളിച്ചത്തിന്റെ ദൂത് പറയാൻ വരുന്നവർ. ആ സ്നേഹമാണ് വാങ്ങിക്കോരി ഞങ്ങൾക്കായി മാറ്റിയിരിക്കുന്നത്. കാത്തിരിക്കുമ്പോഴും കൈയടിക്കുമ്പോഴും മാലയിടുമ്പോഴും കെട്ടിപ്പിടിക്കുമ്പോഴും എല്ലാം ആ സ്നേഹം നിങ്ങൾ അറിയുന്നുണ്ട്. LDF നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ജനങ്ങളെക്കാളും വലിയവരായിട്ട് ആരുമില്ല. LDF എന്നാ ഇടതുപക്ഷം. വലതുപക്ഷത്തിന്റെ വികസന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം, ആ വാക്ക് അവരും പറയാറുണ്ട്, വികസനം എന്ന വാക്ക്. പക്ഷെ ആ വാക്ക് മാത്രം പറഞ്ഞാൽ പോരാ. വികസനം എന്ന വാക്ക് പറയുമ്പോൾ ലോകത്തെല്ലാം ആ ചോദ്യമുണ്ടായിരുന്നു, എന്താണ് വികസനം, ആർക്ക് വേണ്ടിയാണ് വികസനം? ആ ചോദ്യം ചോദിച്ചപ്പോഴാണ്, ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ലോകത്തെവിടെയും ഇടതുപക്ഷവും വലതുപക്ഷവും വഴിമാറി പിരിയുന്നത്. ഇവിടെയും അതങ്ങനെ തന്നെയാണ്. വികസനം ആർക്ക് വേണ്ടിയാണ്? LDF എന്നും പറയുന്നു വികസനം ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്താണ് വികസനം എന്ന് ചോദിച്ചാൽ LDF പറയും, ഇന്നലെ ജീവിച്ചതിനേക്കാളും നല്ലവണ്ണം ജീവിക്കാനാകണം നാളെ. എല്ലാം അത്ഭുതം കാണിച്ചെന്ന് പറയുകയല്ല, പക്ഷേ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആരും എന്ന് മട്ടിന് കിടക്കുന്നില്ല. നാം എല്ലാം മറന്നു പോകുന്നവരല്ല. 10 കൊല്ലം മുമ്പ് ഒരു ചോദ്യമുണ്ടായിരുന്നു, ഏതെല്ലാം സ്കൂൾ പൂട്ടിപ്പോകണമെന്ന്. അന്നത്തെ ഗവൺമെന്റ് ഒരു വലിയ പട്ടിക പുറത്തു കൊണ്ടുവന്നു, കുറെ സ്കൂളുകൾ പൂട്ടണം. എന്താണെന്ന് വെച്ചാൽ ആ സ്കൂളുകൾ ലാഭകരമല്ല, അൺഇക്കണോമിക്കാണ് പോലും. അതുകൊണ്ട് അത്തരം എല്ലാ സ്കൂളും പൂട്ടാൻ പറഞ്ഞു ആ ഗവൺമെന്റ്. നമ്മളെല്ലാം അന്ന് സമരം ചെയ്തവരാണ് പൊതുവിദ്യാലയം പൂട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി. വലതുപക്ഷ കണ്ണുകൾക്ക് എല്ലാ കച്ചവടമാണ്, എല്ലാ ലാഭമാണ്. സമൂഹത്തിന്റെ വിവിധ മേഖലകൾക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ തന്നെ 3ാം തവണയും ഭരണത്തിലേറുമെന്ന് അദ്ദേഹം പറഞ്ഞു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. സ്വീകരണ യോഗത്തിൽ ജാഥ മാനേജർ M സ്വരാജ്, ജാഥാംഗങ്ങളായ CS സുജാത, PK രാജൻ, A ഷാജു എന്നിവർ സംസാരിച്ചു. കേരളത്തിലേക്ക് വന്ന സഞ്ചാരികളുടെ എണ്ണം 2025-ൽ 2,30,00,000. എന്തിനാണ് ഈ ആളുകളെല്ലാം ഇങ്ങോട്ട് വന്നത്? മൂന്നാറും തേക്കടിയും കുമരകവും കോവളവും കാണാൻ മാത്രമല്ല, ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ, വികസിത മുതലാളിത്ത രാജ്യങ്ങൾ കേരളത്തെ അവിശ്വസനീയമായ അസൂയയോടെയാണ് നോക്കുന്നത്. എങ്ങനെ ഇങ്ങനെ ഒരു നാട് ഇന്ത്യയിലുണ്ടായി? അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ഒരു നാട്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് പോലും മത്സരിക്കാൻ കഴിയുന്ന പ്രതീക്ഷിതായുസുള്ള ഒരു നാട്, ശിശുമരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളെ കീഴടക്കിയ ഒരു നാട്. എങ്ങനെയാണ് ഈ അത്ഭുതം യാഥാർത്ഥ്യമായത്? അതും ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനം. ഏതിന്ത്യ? ഇന്നും ഒരു ദരിദ്ര 3ാം ലോക രാജ്യമായി, പട്ടിണിയുടെ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്ന ഇന്ത്യ. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആഗോള വിശപ്പ് സൂചിക എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ ഗുരുതരമായ പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചൊരു പട്ടിക തയ്യാറാക്കും. അതാണ് ആഗോള വിശപ്പ് സൂചിക. 123 രാജ്യങ്ങളാണ് ഇപ്പോൾ ആഗോള വിശപ്പ് സൂചികയിലുള്ളത്. 123 രാജ്യങ്ങളിൽ പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ
102-ാം സ്ഥാനത്താണ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ നേർചിത്രം. വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളും കേന്ദ്ര ഭരണാധികാരികളും ഊതി വീർപ്പിച്ച അവകാശവാദങ്ങൾ നടത്തുമ്പോൾ യാഥാർത്ഥ്യം വ്യത്യസ്തമാണ്. 102-ാം സ്ഥാനത്താണ് നാം. പട്ടിണി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്കു മാത്രമാണ്, ഒരു അനുഭവമല്ല. ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഉണ്ടാവില്ല. പട്ടിണി ഒരു വാക്കു മാത്രമായി മാറി കേരളത്തിൽ. LDF നേതാക്കളായ KP രാജേന്ദ്രൻ, KV അബ്ദുൽ ഖാദർ, KK വത്സരാജ്, KG ശിവാനന്ദൻ, PK ചന്ദ്രശേഖരൻ, മുഹമ്മദ് ചാമക്കാല, അരുൺ മേനോൻ, KB ഹൈദ്രോസ്, TP രഘുനാഥ്, KV രാജേഷ്, KM മുസ്താഖ് അലി, KS ജയ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ. ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി 3 പീടികയിൽ. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 10 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്. 32 വർഷത്തിന്റെ സേവന പാരമ്പര്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക.